നമ്മളൊരു ചെറിയ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ ചെറിയ റൂമാണ്. അത് ലെങ്ത് വൈസ് നോക്കുമ്പോൾ 10.5 ഫീറ്റാണ് നമുക്ക് ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 8 ഫീറ്റേ ഉള്ളൂ, കറക്റ്റ് 8 ഫീറ്റ്. അപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് വന്ന ഒരു കോട്ട് വേണം, വാർഡ്രോബ് വേണം, ഒരു മിറർ യൂണിറ്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഇത് എക്സ്ട്രാ ആയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 2 വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. എന്തായാലും നമുക്ക് ഈ ചെറിയ റൂം ഒന്ന് മനോഹരമാക്കിയിട്ട് നോക്കാം. നമ്മുടെ വർക്ക് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഒരു കോട്ട് ചെയ്തു, ക്യൂൺ സൈസ് കോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ചെറിയ റൂമാണെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ആയിരുന്നു, ഇവിടെ നോർമൽ ഡോർ ആയിരുന്നുണ്ടായിരുന്നു, നമ്മൾ മാറ്റിയിട്ട് ഒരു ഹിഡൻ ഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാനലിങ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് വാളും കൂടെ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. പ്ലസ് ഇതിനകത്ത് ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടൊരു സ്റ്റോറേജ് കൊടുത്തു, കോസ്മെറ്റിക്സ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ കൺജസ്റ്റഡ് ഏരിയ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു റൂം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും 2 സൈഡിലും വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ ഡോറിൻ്റെ ഒരു സ്റ്റോറേജ് കൊടുത്തു. ഇവിടെ നമ്മൾ ഡ്രസ്സ് ഹാങ്ങിങ് കൊടുത്ത്, ഇവിടെ സ്റ്റോറേജ് കൊടുത്തു, ഒരു ക്യാഷ് ഡ്രോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് സെറ്റ് ചെയ്തു. നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ഫുള്ള് സ്റ്റോറേജ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് ആണ് വെച്ചിരിക്കുന്നത്. 2 സൈഡും വാർഡ്രോബ് കൊടുത്തതിന് ശേഷം ഈ ഒരു വാളുണ്ടായിരുന്നു. ഈ ഒരു വാൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാനലിങ് വർക്ക് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഫോൾഡിങ് ടേബിൾ കൊടുക്കും. നമുക്കിത് വർക്കിങ്ങും പ്ലസ് അയണിങ് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ട പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മെറ്റീരിയൽ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻസൈഡ് ഈ അകത്ത് ചെയ്തേക്കുന്ന ഈ കാർക്കേസ് വർക്കുകൾ ഫുള്ള് ചെയ്തേക്കുന്നത് HDHMR പ്രീലാമിനേറ്റഡ്. അത് സെഞ്ചുറിയുടെ ഫയർ ഷീൽഡ് പ്ലസ് എന്ന് പറയുന്ന ഗ്രേഡിലുള്ളതാണ്. അതിപ്പം ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡാണ്, ഫയർ റെസിസ്റ്റൻ്റാണ് സാധനം. പിന്നെ ഈ ബാക്ക് വൈറ്റ് കാണുന്നത്, ഇത് ബാക്ക് പാനലിങ് ചെയ്തേക്കുന്നത് PVC ലാമിനേഷൻ ഷീറ്റാണ്. നമ്മൾ ഈ ഡോറിലേക്ക് വരുമ്പോൾ പ്ലൈവുഡിൽ മൈക്ക ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് ലിനൻ ലൈനറാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു അഴുക്കിൻ്റെ പ്രശ്നം വലുതായിട്ട് വരത്തില്ല. ഫ്രണ്ട് സൈഡ് നമ്മളൊരു ക്രീം ഷെയ്ഡ് വരുന്ന ഒരു കോഫി കളർ വരുന്നൊരു മൈക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാൻഡിങ് കൊടുത്തേക്കുന്നത് 2 mm എഡ്ജ് ബാൻഡാണ് കൊടുത്തേക്കുന്നത്. വിത്ത് കോർണർ റൗണ്ടും എഡ്ജ് പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പക്ക ഒരു പ്രീമിയം ഫീലിലേക്ക് നമുക്ക് വർക്കിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട്. വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.